Honorable guests, Engineer Rajan K, Mr. Harish KR, dear Professor Rabi Bashir, webinar coordinator Anis Begum, students coordinators Hanan, Ajmi Shahjahan, and my dear participants. Good evening, one and all. I am extremely delighted to participate in the inaugural function of the webinar organized by MES Institute of Technology and Management and the Institute of Engineers Kollam chapter. I greet warmly all our distinguished guests and the participants to this webinar. I am using this opportunity to congratulate Institute of Engineers Kollam chapter for supporting us. Honorable Secretary Engineer Rajan sir is with us and he is very energetic in all activities of the chapter and deserves appreciation. We have actually only one chapter in our institution, that is Civil Engineering Department, and I assure you that I will take initiative to extend to the other branches also. I would like to congratulate the coordinators for arranging this webinar for the fresh engineers. This webinar gives an insight to the design and practical aspects of building construction. Mr. Harish, architect, is a very dynamic and practical architect, and he will be able to clear all your doubts. That means that webinar will be very interesting if you interact with him. I am sure that all of us will be benefited. I wish the very best. Thank you. Thank you all. Thank you, Nasser sir. Now, I cordially invite Mr. Harish KR. He is an architect and MD of Pragati Design Studio, and also he took his BArch from TKM College of Engineering. Today, he handles the topic residential design methodology. Over to you, sir. Okay. Respected principal, other teachers, and dear students. Actually, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളൊക്കെ ഒരു പ്രൊഫഷണൽ എഞ്ചിനീയേഴ്സ് ആയി മാറാൻ പോവുകയാണ്. ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു എഡ്ജിലാണ് നിങ്ങളെല്ലാവരും നിൽക്കുന്നത്. അപ്പം എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കോളേജിൽ നിന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട്ട് ഞാൻ കയറാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കർത്തവ്യത്തിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഒരു ആർക്കിടെക്റ്റ് എങ്ങനെയാണ് ഒരു ഡിസൈനെ അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു റെസിഡൻസിലേക്ക് എത്തുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പ്രസന്റേഷൻ ഞാൻ ഷെയർ ചെയ്യാം. ആഫ്റ്റർ ദ ക്ലാസ്, ആഫ്റ്റർ ദ സെഷൻ ഞാനത് മെയിൽ ചെയ്യുകയോ അങ്ങനെ എന്താന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പം എൻ്റെ സ്ലൈഡ് ഷോ ഷെയർ ചെയ്യാനേ. കാണാൻ കഴിയുന്നുണ്ടായിരിക്കും അല്ലേ? ഓക്കെ. അപ്പം റെസിഡൻഷ്യൽ ഡിസൈൻ മെത്തഡോളജി, അതിൻ്റെ ഒരു ഇൻഡെക്സ് ആണ് ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്നത്. ഡിസൈൻ മെത്തഡോളജി, അതിനകത്ത് ആദ്യം വരുന്നത് പ്രോജക്ട് ബ്രീഫ് ആണ്. പ്രോജക്ട് ബ്രീഫ്, ഡാറ്റ കളക്ഷൻ, കേസ് സ്റ്റഡി, സൈറ്റ് സ്റ്റഡി, ഡിസൈൻ ബ്രീഫ്, site analysis and planning, conceptual development, preliminary design, final design, design presentations. അങ്ങനെയാണ് ഒരു ഡിസൈനിന്റെ മെത്തഡോളജി വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് കൺസ്ട്രക്ഷൻ സ്കോപ്പ്, ആർക്കിടെക്റ്റിന്റെ സ്കോപ്പ്. പിന്നെ ഞങ്ങളുടെ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ ഉണ്ട് ഇന്ത്യ ഗവൺമെന്റിന് താഴെയുള്ള. അതിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് ഞാൻ ചെയ്ത 1-2 പ്രോജക്ട്സിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത്രയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
ഡിസൈൻ മെത്തഡോളജിക്കകത്ത് ആദ്യം വരുന്നത് പ്രോജക്റ്റ് ബ്രീഫാണ്. പ്രോജക്റ്റ് ബ്രീഫ് എന്താ വെച്ചാൽ ഒരു ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആണ് ഈ പ്രോജക്റ്റ് ബ്രീഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് പലതരത്തിലുള്ള ക്ലയൻസ് നമ്മളെ അപ്രോച്ച് ചെയ്യാം. ചില ക്ലയൻസ് ഇപ്പോൾ ഒരുപക്ഷെ ടീച്ചേഴ്സ് ആവാം, ചില ക്ലയൻസ് ഒരു എഞ്ചിനീയറോ ഡോക്ടറോ ആവാം, ചിലര് പൊളിറ്റീഷ്യൻ ആവാം, അഡ്വക്കേറ്റ്സ് ആവാം. അങ്ങനെ നമ്മുടെ ഓരോ സാഹചര്യത്തിൽപ്പെട്ട ആൾക്കാരും ആയിരിക്കാം. നമുക്ക് ഈ ഓരോ ആൾക്കാർക്കും വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അത് ആ ഓരോ കണ്ടീഷന്റെ ബേസിൽ തന്നെ ആയിരിക്കും ആ ഓരോ പ്രോജക്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഈ പ്രോജക്ട് ബ്രീഫ് എന്ന് വെച്ചാൽ ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് നമുക്കൊരു റിക്വയർമെന്റ് ഉണ്ട്. ആ റിക്വയർമെന്റ് ചിലപ്പോൾ പറയുന്നത് എനിക്കൊരു 4 bedroom ഹൗസ് വേണം, അല്ലെങ്കിൽ ഒരു 3 bedroom ഹൗസും കുറച്ച് ഫാമിലി സ്പേസും ഒക്കെ കൂടുതലുള്ള വീട് വേണം, അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഹൗസ് ആയിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ ബ്രീഫ് ആയിരിക്കാം നമുക്ക് കിട്ടുന്നത്. അതിനകത്തുനിന്ന് യൂഷ്വലി ഞങ്ങൾ ആർക്കിടെക്ട്സ് ആ ക്ലയന്റുമായിട്ട് വളരെ അടുത്തിടപെടുക. ഞാൻ ഒരു മിനിറ്റ് അതിലേക്ക് കൂടുതലായിട്ട് വരാം. അപ്പം ഡിസൈൻ മെത്തഡോളജിക്കകത്ത് ആദ്യം വരുന്നത് പ്രോജക്ട് ബ്രീഫ്, ഡേറ്റ കളക്ഷൻ, കേസ് സ്റ്റഡി, സൈറ്റ് സ്റ്റഡി, ഡിസൈൻ ബ്രീഫ്, സൈറ്റ് അനാലിസിസ് ആൻഡ് സോണിംഗ്, കോൺസെപ്ച്വൽ ഡെവലപ്മെന്റ്, പ്രിലിമിനറി ഡിസൈൻ, ഫൈനൽ ഡിസൈൻ ആൻഡ് ഡിസൈൻ പ്രസന്റേഷൻ. അപ്പൊ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കയറാണ്. അതിനകത്ത് ആദ്യം വരുന്ന സംഗതിയാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ പ്രോജക്റ്റിന്റെ ബ്രീഫ്. അപ്പം ഉദാഹരണത്തിന് ക്ലയന്റ് നമുക്ക് ഒരു റിക്വയർമെന്റ് പറയാണ്, എനിക്കൊരു 3 bedroom ഹൗസ് വേണം, എല്ലാം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വേണം. അങ്ങനെ പറയുമ്പോഴേക്കും നമ്മൾ അവരെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കും. പ്രധാനമായിട്ടും അവരെന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ, അല്ലെങ്കിൽ പാരന്റ്സ് കൂടെ ഉണ്ടോ, അവർക്ക് എന്തൊക്കെയാണ് റിക്വയർമെന്റ് എന്ന് വളരെ ക്ലോസ് ആയിട്ട് ക്ലയന്റിനെ വാച്ച് ചെയ്തും അല്ലെങ്കിൽ ക്ലയന്റിന്റെ അടുത്ത് ചോദിച്ചിട്ടും നമ്മൾ മനസ്സിലാക്കും. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു ചിലപ്പം ആ വീട് ഒരു പൊളിറ്റീഷ്യന്റെ വീടായിരിക്കാം. അപ്പോൾ നമ്മൾ ക്ലയന്റ് പറഞ്ഞില്ലെങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കണം പൊളിറ്റീഷ്യനാണ്. പൊളിറ്റീഷ്യനെ കാണാൻ പലതരത്തിലുള്ള ആൾക്കാർ വരും. ഒരുപക്ഷെ നമ്മുടെ കുറച്ച് ഫ്രോഡായിട്ടുള്ള ആൾക്കാരും ഒരുപക്ഷെ വന്നേക്കാം. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരും ഇവരെ അപ്രോച്ച് ചെയ്യും. അപ്പൊ നമ്മുടെ വീടിന് പ്രൈവസി കിട്ടണം, അങ്ങനെയുള്ള ചിന്ത നിർത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സിമിലർലി ഇപ്പൊ ഒരു ടീച്ചറിനാണ് ഒരുപക്ഷെ ഒരു വീട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ടീച്ചേഴ്സിന്റെ ഞാൻ 1-2 ടീച്ചർമാർക്ക് വേണ്ടി വീട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിന്റെ മേളിൽ എപ്പോഴും ഇരുന്ന് എന്തെങ്കിലും എഴുതിക്കൊണ്ട് TV വാച്ച് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യാനാണ് കൂടുതൽ ടീച്ചേഴ്സ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അവർക്ക് വീടെന്ന് പറയുമ്പോൾ എപ്പോഴും ആ ഒരു വീടിന്റെ സെന്റർ എന്ന് പറയുന്ന ആ ഒരു ഫാമിലി സ്പേസ് ആയിരിക്കും. അവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിലോട്ടും ഒരേപോലെ വിഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം അതുപോലെ നമ്മൾ അഡ്വക്കേറ്റ്സിനാണെങ്കിലും നേരത്തെ പൊളിറ്റീഷ്യന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അവരെ കാണാൻ വരുന്ന ആൾക്കാരിലും പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ വീടിന്റെ ഒരു ഓഫീസ് സ്പേസിന് മാത്രമേ ഒരു പബ്ലിക് സൈഡിലേക്ക് വിഷനും മറ്റും ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സ്പേസസ് എല്ലാം നല്ല പ്രൈവറ്റ് ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ആൺകുട്ടികളും പെൺകുട്ടികൾക്കും ഉള്ള വീടുകൾ എങ്ങനെ ചെയ്യണം, അതിനൊക്കെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ മക്കൾ പെൺകുട്ടികളായിട്ടുള്ള വീടാണെങ്കിൽ അവർക്ക് ഫാമിലി സ്പേസിന് വളരെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ തന്നെയാണ് പല ക്ലയൻസും നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് റിക്വസ്റ്റ് ആയിട്ട് വരാറുള്ളത്. അപ്പം നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പ്രോജക്റ്റിന്റെ റിക്വയർമെന്റിനെ കുറിച്ചാണ്. പിന്നെ അടുത്ത സംഗതി എന്ന് പറഞ്ഞാൽ പ്രോജക്ട് റിക്വയർമെന്റ് എല്ലാം നമ്മൾ കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം അടുത്ത സംഗതി ഡാറ്റ കളക്ഷൻ ആണ്. ഡാറ്റ കളക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾക്ക് വേണ്ട ഡേറ്റാസ്, നമ്മളിപ്പോൾ ആദ്യമായി ഒരു വീട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. ഒരു ഡോറിന്റെ ഹൈറ്റ് എത്രയാണ്, ഒരു വിൻഡോയുടെ സ്പാൻ എത്രയാണ്, തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷെ പല കാര്യങ്ങൾക്കും നമുക്കൊരു ഐഡിയ ഉണ്ടാകും. എങ്കിൽ അതിനേക്കാൾ ഉപരി ഇതിനെ സയന്റിഫിക് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ചില ബുക്സുകളിൽ പറയുന്നുണ്ട്. ഡാറ്റ കളക്ഷൻ ചെയ്യുന്ന പല ബുക്സുകളുണ്ട്. ആ ബുക്സിനകത്ത് നമുക്ക് ഇരിക്കുന്ന ഹൈറ്റ്, നിൽക്കുമ്പോഴുള്ള ഹൈറ്റ്, അല്ലെങ്കിൽ ഒരു കബോർഡിന് എത്ര ഹൈറ്റ് വേണം, നമ്മുടെ കൈ കൊണ്ട് എത്ര പൊക്കം വരെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഡാറ്റ കളക്ഷനകത്ത്. പിന്നെ പ്രോജക്റ്റ് റെസിഡൻസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള റിക്വയർമെന്റ് വരുന്നത്. കുറച്ചും കൂടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോജക്റ്റ് ആകുമ്പോഴത്തേക്ക് കാർ പാർക്കിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആവും. പാർക്കിംഗ്, വണ്ടി യൂട്ടേൺ എടുക്കാനുള്ള സ്പേസ്, അല്ലെങ്കിൽ പാർക്കിംഗ് സ്പേസ്, അങ്ങനെയുള്ള കാൽക്കുലേഷൻസിനും ഒക്കെ നമ്മൾ ഈ ഡാറ്റ കളക്ഷനെ
ആശ്രയിക്കേണ്ടി വരും. അപ്പം ഈ ഒരു ഫീച്ചർ കണ്ടാലും നമുക്ക് മനസ്സിലാവും നിക്കിപ്പുള്ള ഹൈറ്റ് കാണാം, ഇരിക്കിപ്പുള്ള ഹൈറ്റ്, അങ്ങനെയുള്ള ഓഡിറ്റോറിയത്തിന്റെ സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിൽ ഇരിക്കുമ്പോൾ സ്റ്റേജിലോട്ട് കാണുന്ന ഹൈറ്റ്, അങ്ങനെ ആ പ്രോജക്ട്സ് അനുസരിച്ച് നമ്മുടെ ഡേറ്റ കളക്ഷൻ വേണ്ട പോലെ സ്റ്റഡി ചെയ്യാനായിട്ടുള്ള ബുക്സ് അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞത് ബെഡിന്റെ ലെങ്ത്, ബെഡിന്റെ ഹൈറ്റ്, ഇരിക്കുമ്പോൾ ഹൈറ്റ്, അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് കാണിക്കുന്നത്. ഡൈനിങ് ടേബിളിന് എത്ര സ്പേസ് വേണം, എത്ര വീതി വേണം, ഒരു ചെയറിന് എത്ര ഹൈറ്റ് വേണം, തുടങ്ങിയിട്ടുള്ള സംഗതികളുടെ ഒരു സ്റ്റാൻഡേർഡ് ഫോം നമുക്ക് ഈ ഡേറ്റ കളക്ഷൻ ബുക്സിനകത്ത് കിട്ടും. അടുത്തത് പ്രധാനമായിട്ടും കേസ് സ്റ്റഡിയാണ്. കേസ് സ്റ്റഡി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രോജക്റ്റ് റിയൽ ആയിട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കേസ് സ്റ്റഡി ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പൊ ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റിന് കേസ് സ്റ്റഡി വേണമെന്ന് ചോദിച്ചാൽ കേസ് സ്റ്റഡി ഉണ്ടെങ്കിൽ നല്ലതാണ്. കാര്യം കുറച്ച് നമ്മളെല്ലാവരും കാണുന്ന ഒരു വീടിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള നമ്മുടെ ക്ലയന്റിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നമ്മളൊരു നല്ല കേസ് സ്റ്റഡി ചെയ്താൽ. അപ്പോൾ കേസ് സ്റ്റഡിക്കകത്ത് നമുക്ക് പല പല കാര്യങ്ങൾ കണ്ടുപിടിക്കാം, മനസ്സിലാക്കാം. ഒരു മ്യൂസീഷ്യന്റെ വീട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു വേറെ ഏതെങ്കിലും ഒരു മ്യൂസീഷ്യന്റെ ഒരു വീട് കാണുകയോ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇന്റർനെറ്റിൽ കൂടെയൊക്കെ കേസ് സ്റ്റഡി ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ആർക്കിടെക്ട് അല്ലെങ്കിൽ അതിന്റെ ഡിസൈനർ എങ്ങനെയൊക്കെയാണ് അപ്രോച്ച് ചെയ്തതെന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഐഡിയ കിട്ടും. ഞാൻ ഈ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു കോപ്പി പേസ്റ്റ് ഒരു പ്രോസസ് അല്ല. നമ്മൾ എന്ത് അവിടെ കണ്ടു അതിനെ നമ്മളുടെ ഈ ഒരു പ്രോജക്റ്റിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയല്ല പറയുന്നത്. അവരുടെ ഒരു ചിന്ത എങ്ങനെയാണ് വന്നത്, അവരെങ്ങനെ ചിന്തിച്ചാണ് ആ പ്രോജക്റ്റിൽ എത്തിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അതാണ് കേസ് സ്റ്റഡി. നമ്മുടെ പ്രോജക്ട് റിക്വയർമെന്റ് റെസിഡൻസ് ആണെങ്കിൽ നമ്മൾ റെസിഡൻസ് കേസ് സ്റ്റഡി ചെയ്യും. അതല്ല ഒരു മൾട്ടിനാഷണൽ ഹോസ്പിറ്റലോ അങ്ങനെ ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള പ്രോജക്റ്റ് ആണ് നമ്മൾ കേസ് സ്റ്റഡി ചെയ്യുന്നത്. അത് കൂടാതെ ചില മെറ്റീരിയൽസ് ഇപ്പൊ ഗ്ലാസ് ബ്ലോക്ക് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. ഗ്ലാസ് ബ്ലോക്ക്, അപ്പൊ ഈ ഗ്ലാസ് ബ്ലോക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അത് ഒട്ടിക്കുകയാണോ, അതോ സിമെന്റ് വെച്ചിട്ടാണോ, അതോ സ്റ്റീൽ വെച്ചിട്ടാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേസ് സ്റ്റഡീസ് ചെയ്യണം. അപ്പം കേസ് സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ് ഞാൻ വളരെ കുറച്ച് വാക്കുകളിലാണ് സംസാരിക്കുന്നത്. ഇതാണ് കേസ് സ്റ്റഡി. പിന്നെ ഈ ഡ്യൂറിങ് കേസ് സ്റ്റഡിയിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. നമ്മൾ ശരിക്കും ഒരു റെസിഡൻസിന്റെ കേസ് സ്റ്റഡി നടത്താണ്. ആ റെസിഡൻസ് ഇപ്പോൾ ഡൽഹിയിലാണെന്ന് കരുതിക്കും. അപ്പോൾ അതിന്റെ എൻവിറോൺമെന്റ്, അതിന്റെ 4 സൈഡിലുള്ള സ്ട്രക്ചേഴ്സ്, സറൗണ്ടിങ്ങിലുള്ള ആക്സസ്, വഴികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ആ ബിൽഡിംഗ് ചെയ്തപ്പോൾ അതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയായിരുന്നു, അതിന്റെ ഫോം എങ്ങനെ വന്നു, അതിന്റെ ഫങ്ഷൻ എങ്ങനെ വന്നു, ആ ബിൽഡിങ്ങിന്റെ സർവീസസ് അവരെങ്ങനെ ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേസ് സ്റ്റഡിയിൽ ഇൻവോൾവ് ചെയ്യണം. പ്രോജക്റ്റിന്റെ ക്യാരക്ടർ മാറുന്നതനുസരിച്ച് കേസ് സ്റ്റഡി പല പല ലെവലിലോട്ടാവും. ഇതൊക്കെ ബുക്കിഷ് ആയിട്ടുള്ള കേസ് സ്റ്റഡികളാണ്. നമുക്ക് ബുക്സിനകത്തുനിന്ന് കേസ് സ്റ്റഡിയുടെ ഷീറ്റ്സും എല്ലാം കിട്ടും. അതെല്ലാം സ്റ്റഡി ചെയ്ത് ആ പ്രോജക്റ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ റെസിഡൻഷ്യൽ സ്കെയിലിന് അങ്ങനെ വലിയ കേസ് സ്റ്റഡിയുടെ ആവശ്യം വരുന്നില്ല. കാര്യം നമുക്കറിയാം റെസിഡൻസിനെ കുറിച്ച്. പിന്നെ നല്ലൊരു റെസിഡൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കേസ് സ്റ്റഡി ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇനിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആസ്പെക്ട്, അത് സൈറ്റ് സ്റ്റഡിയാണ്. സൈറ്റിനെ കുറിച്ചുള്ള സ്റ്റഡി. Every site is unique and will consist of many complex elements such as varying topography, water courses, trees, plants, habitats, and weather patterns. അങ്ങനെ ഒരുപാട് ആസ്പെക്ട്സ് ഓരോ സൈറ്റിനും ഉണ്ട്. അത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ചിലപ്പോൾ പ്രോജക്റ്റ് ഡൽഹിയിലായിരിക്കും, ചിലപ്പോൾ കേരളത്തിൽ ആലപ്പുഴയിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണൂരായിരിക്കും. ഈ ഓരോ സ്ഥലങ്ങളിലത്തെയും, അല്ലെങ്കിൽ ഈ കൊല്ലത്ത് തന്നെ 2 സൈറ്റ് ആണെങ്കിൽ കൂടി അവിടുത്തെ ടോപ്പോഗ്രഫിക്കകത്ത് വ്യത്യാസം ഉണ്ടാവും. ടോപ്പോഗ്രഫി എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ ലാൻഡിന്റെ ആ ഒരു പ്രതലം, അല്ലെങ്കിൽ അവിടുത്തെ സോയിലിന്റെ കണ്ടീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ ടെറൈൻ ഉണ്ടാവും. ഒരു സ്ഥലം ഉയർന്നിരിക്കും, ഒരു സ്ഥലം താഴ്ന്നിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് എന്തായിരിക്കണം നമ്മൾ തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ ഈ ഒരു സൈറ്റ് സ്റ്റഡിയുടെ ബേസിലാണ്. സൈറ്റിൽ നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർ ഫ്ലോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, സൈറ്റിന്റെ ബൗണ്ടറി, എൻട്രൻസ് എവിടെയാണ് വരുന്നത്, സൈറ്റിന്റെ സെക്യൂരിറ്റി, എക്സിസ്റ്റിംഗ് ബിൽഡിംഗ്, അടുത്തടുത്തുള്ള ബിൽഡിങ്സ്, പിന്നെ നൈബറിംഗ് ബിൽഡിങ്സ്, അതിലേക്കുള്ള ഡിസ്റ്റൻസ്, അതിന്റെ ഹൈറ്റ്, നൈബറിംഗ് ബിൽഡിങ്സ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്, നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്ന വീടിന് തൊട്ടടുത്ത് ഒരു ഓഡിറ്റോറിയം ആണെങ്കിൽ നമുക്ക് അവിടുന്ന് സൗണ്ട് പൊല്യൂഷൻ വരും.
അപ്പോൾ അതിനെ റിഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. അതിനുവേണ്ടിയാണ് അങ്ങനെയുള്ള നൈബറിംഗ് സ്പേസിന്റെ യൂസസിനെ കുറിച്ച് പഠിക്കുന്നത്. വെർനാക്കുലർ, സൈറ്റ് ലൈൻസ്, റൈറ്റ് ടു ലൈറ്റ്, ലീഗൽ റെസ്ട്രിക്ഷൻ, നോയ്സ് ലെവൽ. ഒരു ഹൈവേയുടെ സൈഡിലുള്ള വീടാണെങ്കിൽ ഹെവി ആയിട്ട് നോയ്സ് കിട്ടും. അപ്പൊ നോയ്സ് കുറയ്ക്കാനായിട്ട് നമുക്ക് ചില പ്ലാന്റ്സുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബഫർ സോൺ, ഗ്രീൻ ബഫർ സോൺ ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ഏരിയ കൺസർവേഷൻ ഏരിയയാണ്. അവിടെയുള്ള ബിൽഡിങ്സിനെ നമുക്ക് പൊളിക്കാൻ കഴിയത്തില്ല. അതിന്റെ കൺസർവ് ചെയ്തുകൊണ്ട് അതിന്റെ യൂസേജ് മാറ്റാനേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പൊ അത് പണ്ട് ഒരു കൊട്ടാരമായിരിക്കാം, ഇപ്പൊ അതിനെ ഒരു എക്സിബിഷൻ ഹാളോ അല്ലെങ്കിൽ ഒരു വീടോ ആയിട്ട് അതിനെ യൂസേജ് മാറ്റാൻ പറ്റും, പക്ഷെ അതിന്റെ ഷേപ്പ് മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് അതെല്ലാം നമ്മൾ ഈ സൈറ്റ് സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അതുപോലെ ആക്സസ്, പബ്ലിക് റൂട്ട് അടുത്തൂടെ പോകുന്നുണ്ടോ, വെഹിക്കുലർ ആക്സസ്, പെഡസ്ട്രിയൻ ആക്സസ്, എക്സിസ്റ്റിംഗ് സർക്കുലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റഡി ചെയ്യാം. ടോപ്പോഗ്രഫിക്കൽ നമ്മൾ ലെവൽസ്, ഗ്രേഡിയൻസ്. ലെവൽസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫ്ലോറിന്റെ ഹൈറ്റ്സ്. ഗ്രേഡിയൻസ് എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ എങ്ങോട്ടൊക്കെയാണ് സ്ലോപ്പ് പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേകതകൾ ചില സൈറ്റിൽ ഉണ്ടാവാം. ഒരുപക്ഷെ ഒരു സൈറ്റിന് തൊട്ടടുത്തായിട്ട് ആശ്രമ മൈതാനം പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്തെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും മോണുമെന്റ്സോ അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡിയോ കായലോ എന്തെങ്കിലുമൊക്കെ ആവാം. അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ, അതിന്റെ എക്സ്പോഷർ, വ്യൂസ്. നമ്മുടെ വീട്ടിൽ നിന്നിട്ട് പുറത്തേക്ക് കാണാൻ അത്ര മനോഹരമായിട്ടുള്ളൊരു ഏരിയ ഉള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. അതല്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള 2-3 ആസ്പെക്ട്സ് ആയി പറയാൻ പോകുന്നത്. അതിലൊന്ന് സൺബാത്താണ്. സൂര്യൻ നമ്മൾ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഈ സൂര്യന്റെ പാത്ത് എക്സാക്ട് നമ്മുടെ തലയ്ക്ക് മേളിൽ കൂടെ തന്നെയല്ല. അതിന് തെക്ക് വശത്തോട്ട് 6 മാസം ഒരു ചരിവും വടക്ക് വശത്തേക്ക് ഒരു 4 മാസത്തോളം ചെറിയ ചരിവുണ്ട്. തെക്ക് വശത്തോടാണ് സൂര്യൻ കൂടുതൽ പാസ് ചെയ്യുന്നത്. അപ്പം തെക്ക് വശത്ത് വരുന്ന റൂമുകൾ പ്രധാനമായിട്ടും രാവിലത്തെ സൺലൈറ്റിന് വലിയ ചൂടില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഉച്ച കഴിയുമ്പോഴത്തേക്കാണ് ഈ ചൂടന് അതിരൂക്ഷമാവുന്നത്. ആ സമയത്ത് തെക്ക് വശത്ത് വരുന്ന റൂമുകളിൽ നല്ല ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പം നമുക്ക് ആ ചൂടിനെ മാനേജ് ചെയ്ത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ സോളാർ ഗെയിൻസ്, ഷെയ്ഡിങ്, അതൊക്കെ എന്താന്ന് വെച്ചാൽ സൺലൈറ്റ് കുറവുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് സോളാർ ഗെയിൻസ് വേണ്ടി വരും. സൺലൈറ്റിനെ നമ്മൾ കൂടുതൽ ഗെയിൻ ചെയ്ത് സ്റ്റോർ ചെയ്യേണ്ടി വരും ടെമ്പറേച്ചറിന്റെ രൂപത്തിൽ. അതേപോലെ ഷെയ്ഡിങ്സ്, ചിലപ്പം ട്രീസോ അങ്ങനത്തെ ഷെയ്ഡിങ്സ് ഒക്കെ ചെയ്യേണ്ടി വരും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സൺപാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ സൺബാത്ത് ക്ലൈമറ്റോളജി എന്നുള്ള സബ്ജക്റ്റിലാണ് ഞങ്ങൾ സൺബാത്തിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിരിക്കുന്നത്. അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എത്ര ഇംഗ്ലീഷ് വരും, ഏത് സമയത്താണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ നന്നായിട്ട് തന്നെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട്സ്, ബസ്, ട്രെയിൻസ്, ടാക്സി തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ സൈറ്റിൽ എങ്ങനെ എത്തുന്നു, അത് സൈറ്റ് റെസ്ട്രിക്ഷൻ, വിസിബിലിറ്റി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, ലൈറ്റിന്റെ ഇഷ്യൂ ഉണ്ടോ, ചിലപ്പോൾ തൊട്ടടുത്തൊരു വലിയ ബിൽഡിംഗ് വരുവാണെങ്കിൽ ലൈറ്റിന്റെ റെസ്ട്രിക്ഷൻ വരും. വ്യൂസ്, അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ, നൈബേഴ്സ്, പൊല്യൂഷൻ, ഫ്ലഡിങ്, ലാൻഡ് സ്ലൈഡ്, അങ്ങനെയുള്ള ഇഷ്യൂസും ഒക്കെ നമ്മൾ സൈറ്റ് സ്റ്റഡി ശ്രദ്ധിക്കും. ഏരിയ നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയ, എക്സ്പോസ് ചെയ്യേണ്ട ഏരിയ, ഹൈഡ് ചെയ്യേണ്ട ഏരിയ, അതെല്ലാം നമ്മൾ സൈറ്റ് സ്റ്റഡി ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഹസാർഡ്സ്, ഇലക്ട്രിക് ലൈൻ, 110 kV ലൈനൊക്കെ ചിലപ്പോൾ പോകുന്നുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ ബിൽഡിങ്സ് തൊട്ടടുത്ത് വരിക, വലിയ ബിൽഡിങ്സ് വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നീട് വരുന്നത് നമ്മുടെ ഡിസൈൻ മെത്തഡോളജിക്കകത്തോട്ട്, മീൻസ് ഡിസൈനിലേക്ക് കയറുക. ഡിസൈൻ ബ്രീഫ് എന്ന് പറയുന്ന സംഗതി നമ്മളിപ്പം കേസ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞല്ലോ. കേസ് സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ ആ കേസ് സ്റ്റഡിക്ക് എത്തുന്ന ചില റൂംസിന്റെ വലിപ്പം, നമ്മളൊരു 2 കേസ് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ 2 കേസ് സ്റ്റഡിയിലെയും റൂംസിന് 2 സൈസ് ആയിരിക്കും. അപ്പം അതിൽ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ഒരു സംഗതിയാണ് ഈ ഡിസൈൻ ബ്രീഫ്. ഡിസൈൻ ബ്രീഫിനകത്ത് നിന്നായിരിക്കും നമ്മളുടെ ഡിസൈനിലേക്ക് എത്ര മെഷർമെന്റ് എടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ് ബബിൾ ഡയഗ്രാം. ബബിൾ ഡയഗ്രാം എന്ന് വെച്ചാൽ നമ്മളൊരു പ്ലാൻ ചെയ്യുന്നതിന് മുമ്പായി
നമ്മളുടെ വിവിധ സ്പേസസിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടായില്ല. മിക്കവാറും നമ്മുടെ വീടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പേസ് ആയിട്ട് നമ്മൾ കാണേണ്ടത് ലിവിംഗ് റൂമിനെയാണ്. ലിവിംഗ് റൂം ആയിരിക്കും ഹാർട്ട് ഓഫ് ദ ഹൗസ്, വീടിന്റെ സെൻട്രൽ സ്പേസ്. കാര്യം നമ്മുടെ ഫാമിലിയിൽ പരസ്പരമുള്ള ബോണ്ടിങ് എല്ലാം എപ്പോഴും ബെറ്റർ ആക്കണമെങ്കിൽ ലിവിംഗ് സ്പേസ് തന്നെ നല്ലതായിരിക്കണം. നേരെ മറിച്ച് ചെറിയ ലിവിംഗ് സ്പേസ് വലിയ ബെഡ്റൂംസും ആണെങ്കിൽ പാരന്റ്സ് ചൈൽഡ് റിലേഷനേക്ക് അത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കും. അപ്പം അതുകൊണ്ടാണ് ഈ ലിവിംഗ് റൂമിന്റെ ബബിൾ ഏറ്റവും വലുതായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂം, എൻട്രൻസ് നിന്ന് ലിവിംഗ് റൂം, അവിടുന്ന് ബെഡ്റൂമിൽ നിന്ന് ഡ്രസ്സിംഗ് നിന്ന് ടോയ്ലറ്റ്. അതേപോലെ ലിവിംഗ് റൂമിൽ നിന്ന് കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയ, കിച്ചണിൽ നിന്നോ വർക്ക് ഏരിയയിൽ നിന്നോ പുറത്തോട്ട് പോകാനുള്ള എക്സിറ്റ്. ലിവിംഗ് റൂമിൽ നിന്ന് ഡൈനിങ്ങിൽ നിന്ന് ഒരു ടോയ്ലറ്റ്, പിന്നെ ഡൈനിങ് സ്പേസിൽ തന്നെ രണ്ടാമതൊരു ബെഡ്റൂം. ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. നമ്മുടെ ക്ലയന്റിന്റെ റിക്വയർമെന്റ് ഒക്കെ അനുസരിച്ച് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്ത് ഇതേപോലെ ബബിൾ ഡയഗ്രാം പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇതും അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. ബബിൾ ഡയഗ്രാമിന് തന്നെ സിമിലർ ആയിട്ടുള്ള സംഗതിയാണ്. ഏതൊക്കെ റൂംസ് അടുത്തടുത്ത് വരണം എന്നുള്ളതിനെ കുറിച്ച് ഒരു സ്റ്റഡിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ സൈറ്റ് സ്റ്റഡി ചെയ്തിരുന്നു. അടുത്തത് അതിന്റെ അനാലിസിസ് ആണ്. സൈറ്റ് സ്റ്റഡിയിൽ ഞാൻ അനാലിസിസും കൂടി ചേർത്താണ് പറഞ്ഞത്, എങ്കിലും ഞാൻ പറയാം. സൈറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സൺപാത്ത് വരുന്നത് കൊണ്ട് അവിടെ വരാൻ പോകുന്ന ടെമ്പറേച്ചർ, അപ്പൊ നമ്മൾ എങ്ങനെ നമ്മുടെ ഡിസൈനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ അനാലിസിസിനകത്താണ് വരുന്നത്. ക്ലൈമറ്റ്, വിൻഡ് വരുന്ന ഡയറക്ഷൻ എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, സൈറ്റിന്റെ സ്ലോപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ സൈറ്റ് അനാലിസിസിനകത്താണ് വരുന്നത്. സോണിങ് ആൻഡ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ചെയ്യുന്ന വീട് ഒരു ഇത്തിരി വലിയ വീടാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ചിലപ്പോൾ കിച്ചനുമായിട്ട് ബന്ധപ്പെട്ട് സെർവൻസ് റൂമും വർക്ക് ഏരിയയും സെർവൻസ് ടോയ്ലറ്റും യൂട്ടിലിറ്റി സ്പേസും ഒക്കെ ഉണ്ടാവും. അപ്പം അതെന്ന് പറഞ്ഞാൽ സർവീസസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പേസ് ആണ്. അതേപോലെ പബ്ലിക് സ്പേസ് ഉണ്ടാവും. കുറച്ച് വലിയ വീടാണെങ്കിൽ അവിടെ ഒരു പൊളിറ്റീഷ്യന്റെ വീടാണെങ്കിൽ പൊളിറ്റീഷ്യന് ചിലപ്പോൾ PA ഉണ്ടാവും, അവരുടെ കുറച്ച് ആൾക്കാരുണ്ടാവും, അങ്ങനെയുള്ള കുറച്ച് സ്പേസസ്. അതേ സമയത്ത് തന്നെ ആ വീടിന് പ്രൈവസിയും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രൈവറ്റ് ഏരിയസ് ഉണ്ടാവും. ഉറപ്പായിട്ടും ബെഡ്റൂംസും ടോയ്ലറ്റ്സും ഡ്രസ്സിംഗ് സ്പേസും ഫാമിലി റൂമും എല്ലാം പ്രൈവറ്റ് സ്പേസസ് ആയിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ ഈ ടോട്ടൽ ഒരു വീടിന്റെ ഏരിയാസിനെ കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ സോണിങ് എന്ന് പറയുന്നത്. സോണിങ് അല്ലെങ്കിൽ പ്ലാനിങ് എന്ന് വേണമെങ്കിലും പറയാം. പിന്നീടുള്ളത് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു തീം എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളൊരു വീടിനെ എന്ത് കോൺസെപ്റ്റിലാണ്, എന്ത് തീമിലാണ് അതിനെ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മളിപ്പം ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് ഒരു മൂലകഥ ഉണ്ടാവും. നമ്മൾ കഥയെന്ന് പറഞ്ഞ് നമ്മൾ 2.5 മണിക്കൂർ 3 മണിക്കൂർ കാണുന്ന സംഗതിയില്ല, അതിന്റെ ഒരു കോൺസെപ്റ്റ്, അതിന്റെ തീം. അതാണ് ഇപ്പോ ഉദാഹരണം, നമുക്ക് സമയം ലിമിറ്റ് ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഉദാഹരണം സഹിതം പറയാമായിരുന്നു, എങ്കിലും പറ്റുന്ന രീതിയിൽ ഞാൻ പറയാം. ആ ഒരു മൂലകഥയാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള കോൺസെപ്റ്റുകൾ വരും. ഓർഗാനിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഉണ്ട്, പിന്നെ റിലേറ്റഡ് ടു സറൗണ്ടിങ്സ്, ട്രീസ്, നേച്ചർ എക്സെട്ര. എന്ന് പറഞ്ഞാല് നമ്മളിപ്പം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫോറസ്റ്റ് പോലത്തെ ഒരു ഏരിയക്ക് നടുക്കാണ് വീട് വെക്കുന്നതെങ്കിൽ അതിലേക്കൂടെ ഒരു വാട്ടർഫോൾസ് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ആ കാട് വെട്ടിത്തെളിച്ചിട്ടല്ല ചെയ്യേണ്ടത്. നമ്മൾ ആ ഫോറസ്റ്റിന് വേണ്ട ആ ഒരു റെസ്പെക്റ്റും കൊടുത്ത് അതിലേക്കൂടെ പോകുന്ന ആ ഒരു സ്ട്രീം, ആ ഒരു വാട്ടർ ബോഡിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ വേണം നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഞാൻ ഇത് ഫ്രാങ്ക് ലോയ്ഡ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേമസ് ആർക്കിടെക്ട് ചെയ്ത ഫോളിംഗ് വാട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ കോൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് കാണിച്ചത്. നമ്മുടെ ഒരു ചിന്താഗതി, നമ്മുടെ ഒരു സാധാരണ ചിന്താഗതിയിലാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഈ വെള്ളത്തെ വേറെ ഏതെങ്കിലും ഒരു വഴി കൂടെ ഡൈവേർട്ട് ചെയ്യാൻ നമ്മുടെ അടുത്ത് ക്ലൈന്റ് പറയും. അതുപോലെ തന്നെ കാടെല്ലാം വെട്ടിത്തെളിക്കാം, നമുക്ക് വീട് വെക്കേണ്ട സ്ഥലം മാത്രം വീട് വെക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കുന്നത്. അതേസമയത്ത് ഇദ്ദേഹം ചെയ്തത് ആ നേച്ചറുമായിട്ട് മെർജ് ചെയ്യുന്ന രീതിയിലാണ് അവിടെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ പുള്ളിയുടെ ഇതിനകത്ത് വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ടുള്ള ലൈൻസ് മാത്രമേ ഉള്ളൂ. ഫോറസ്റ്റിനകത്ത് വാട്ടർ ബോഡി വെർട്ടിക്കൽ ലൈൻസ്, പിന്നെ ബിൽഡിങ്ങിന്റെ വെർട്ടിക്കലും കുറെ ഹൊറിസോണ്ടൽ ലൈൻസും. അതാണ് ആ ബിൽഡിങ്ങിന്റെ ഒരു ബ്യൂട്ടി. അതുപോലെ പല 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 തീമുകളാവാം. ഇത് റൈറ്റ് സൈഡിൽ കാണുന്നത് എക്സാമ്പിൾസ് സാന്റിയാഗോ കലാട്രാവയുടെ കോൺസെപ്റ്റിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. കോൺസെപ്ച്വൽ ഡെവലപ്മെന്റ്, ഇത് നമ്മൾ കോൺസെപ്റ്റ് പേപ്പറിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്തു വരുന്നു
തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് റെസിഡൻഷ്യൽ പ്രോജക്റ്റിന് ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ആവശ്യം വരുന്നില്ല, എങ്കിലും ഞാൻ കാണിച്ചു തന്നുള്ളൂ. പിന്നെ വരുന്നതാണ് പ്രിലിമിനറി ഡിസൈൻ. പ്രിലിമിനറി ഡിസൈൻ ഇത്രയും നമ്മൾ ചെയ്യുന്നത് ഒരു പ്രോജക്റ്റിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനും എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എന്ത് തീമിൽ പോകണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ക്ലയന്റിന് കൊടുക്കാൻ പോകുന്ന ഒരു ഔട്ട്പുട്ടിലോട്ടാണ് എത്താൻ പോകുന്നത്. അതാണ് പ്രിലിമിനറി ഡിസൈൻ. പ്രിലിമിനറി ഡിസൈൻ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 2 ലൈൻ ഡ്രോയിങ്സ് ആയിട്ട് നമ്മുടെ റൂംസുകളും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ് പ്രിലിമിനറി ഡിസൈൻ ആയിട്ടുള്ളത്. അതിന്റെ ഒരു അപ്രോക്സിമേറ്റ് കോസ്റ്റിംഗ് ഉണ്ടാവും. ഒരു 25% വരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാം. അങ്ങനെയുള്ള ഒരു ഡ്രോയിങ് ക്ലയന്റിന്റെ നീഡ് അനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അതാണ് പ്രിലിമിനറി ഡിസൈൻ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കഷൻസിന്റെ ചെയ്ത് വരുമ്പോഴേക്കും നമ്മളത് ഫൈനൽ സ്റ്റേജിലേക്ക്, ഫൈനൽ ആർക്കിടെക്ചറൽ ഡ്രോയിങ്സിലേക്ക് മാറും. നേരത്തെ ബ്ലൂ പ്രിന്റ്സ് ഒക്കെ പറയുമായിരുന്നു. പിന്നെ ഡിസൈൻ പ്രസന്റേഷൻസ്. ചില പ്രോജക്ട്സുകൾക്ക് നമുക്ക് ഒരു ക്ലയന്റിനെ വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡ്രോയിങ്സിനെ പ്രസന്റേഷൻസ് ആകും. പ്രസന്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നില്ലേ, അതേപോലെ വലിയ വലിയ ഷീറ്റുകളിലോ അല്ലെങ്കിൽ നല്ല കളർഫുൾ ആയിട്ട് അതിന്റെ 3Ds-ഉം വ്യൂസും എല്ലാം ചേർത്ത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മെത്തേഡാണ് ആ ഒരു പ്രസന്റേഷൻ. ആ ഒരു മെത്തേഡിന് പറയുന്നതാണ് പ്രസന്റേഷൻ. സ്റ്റേജസ് ഓഫ് കൺസ്ട്രക്ഷൻ സ്കോപ്പും നമ്മുടെ ബിൽഡിംഗ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് വരാൻ പോകുന്ന പല സ്റ്റേജസും കാര്യങ്ങളുമാണ് ഇതൊക്കെ. The concept of the project design, pre-construction stage, procurement stage, construction stage, post-construction stage, അങ്ങനെ പറയുമ്പോൾ പിന്നീട് വരുന്നത് ആർക്കിടെക്ട് സർവീസസ്. ആർക്കിടെക്ട് സർവീസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അത് നിങ്ങൾക്ക് അതിനു വേണ്ടി അറിയേണ്ട കാര്യമില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് 2 വാക്ക് പറയാനേ ഉള്ളൂ. യൂഷ്വലി ആദ്യം മുതൽ ഒരു ക്ലയന്റുമായിട്ടുള്ള ഡിസ്കഷൻ സ്റ്റേജ് മുതൽ തന്നെ ആർക്കിടെക്ട് സർവീസസ് സ്റ്റാർട്ട് ചെയ്യും. സൈറ്റ് ഇവാലുവേഷൻ, അനാലിസിസ് തുടങ്ങി ഡിസൈൻ ആൻഡ് സൈറ്റ് ഡെവലപ്മെന്റ്, സ്ട്രക്ചറൽ ഡിസൈൻ. സ്ട്രക്ചറൽ ഡിസൈൻ ഞങ്ങളുടെ സ്കോപ്പ് അല്ല, പക്ഷെ ഞങ്ങളാണ് അലോട്ട് ചെയ്യേണ്ടത്. സ്ട്രക്ചറൽ ആരെ കൊണ്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് അലോട്ട് ചെയ്യുന്നത് യൂഷ്വലി ആർക്കിടെക്ട്സ് ആണ്. സാനിറ്ററി, പ്ലംബിംഗ്, ഡ്രെയിനേജ്, വാട്ടർ സപ്ലൈ, സീവേജ് ഡിസൈൻ, electrical, electronic communication systems and design, heating, ventilation, air conditioning design, and other mechanical, lift, elevators, escalators, fire detection, fire protection, periodic inspection and evaluation of construction works. പിന്നെ ആർക്കിടെക്ട് സ്കോപ്പിനകത്ത് നമ്മൾ പല ഡ്രോയിങ്സ് ഒരു പ്രോജക്റ്റിന്റെ പേരിൽ തന്നെ 150 ഡ്രോയിങ്സോളം നമ്മൾ പ്രൊവൈഡ് ചെയ്തു. പ്രിപ്പറേഷൻ ഓഫ് വർക്കിംഗ് ഡ്രോയിങ്സ്. നമ്മൾ ഈ പ്രിലിമിനറി ഡിസ്കഷൻ എല്ലാം ചെയ്തിട്ട് സൈറ്റിൽ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും വർക്കിംഗ് ഡ്രോയിങ്സ് കൊടുക്കുക. വർക്കിംഗ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു സെറ്റ് ഡ്രോയിങ്സ് ആയിരിക്കും. അതിൽ സെറ്റ് ഔട്ട് ചെയ്യാനുള്ള ഡ്രോയിങ്സ് ഉണ്ടാവും, കാർപ്പൻട്രി ഡ്രോയിങ്സ് ഉണ്ടാവും, തുടങ്ങി ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് തുടങ്ങിയ എല്ലാ ഡ്രോയിങ്സ് ഉണ്ടാവും. എല്ലാ സൈഡിന്റെയും ഡീറ്റെയിൽഡ് എലിവേഷൻ, ഡീറ്റെയിൽഡ് സെക്ഷൻ, ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, പ്ലംബിംഗ് ഡ്രോയിങ്സ്, സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് ഫ്രം കൺസൾട്ടന്റ്. അതായത് നമ്മുടെ വീട്, നമ്മുടെ ബിൽഡിംഗ് ഇങ്ങനെ വേണം എന്ന് നമ്മൾ ആർക്കിടെക്ട് സ്ട്രക്ചറൽ കൺസൾട്ടന്റുമായി ഡിസ്കസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് നിബന്ധനകൾ പറയും. എനിക്കിവിടെ ബീം വലുതാക്കാൻ പറ്റില്ല, സോ നിങ്ങളൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അങ്ങനെയെല്ലാം ആവശ്യപ്പെട്ട് കിട്ടുന്ന ഒരു ഫൈനൽ ഡ്രോയിങ് ആണ് സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് ഫ്രം കൺസൾട്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഷെയ്ഡ് ആൻഡ് ബീം, സ്ലാബ്, ടൈൽ ഡ്രോയിങ്സ്, ടോയ്ലറ്റ് ഫ്ലോർ, അങ്ങനെ കുറേ വർക്കിംഗ് ഡ്രോയിങ്സ് ഉണ്ട്. പിന്നെ ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ പാരപ്പറ്റിന്റെ ഡീറ്റെയിലിംഗ്, ഹാൻഡ് റെയിലിംഗ് ഡീറ്റെയിലിംഗ്, ടെറസ് ഡീറ്റെയിലിംഗ്, സൂപ്പർവിഷൻ സ്കോപ്പ്, മെറ്റീരിയൽ സെലക്ഷൻ, ഫിനിഷേഴ്സ്, വർക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന്റെ ക്വാളിറ്റി അസസ് ചെയ്യുന്നത്, വർക്ക് കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആർക്കിടെക്ടിന്റെ സ്കോപ്പിനകത്ത് തന്നെ വരുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് ഈ ലൈസൻസ് തരുന്ന കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ബോഡിയാണ് വരുന്നത്. അവരുടെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് രജിസ്ട്രേഷൻ ഞങ്ങൾ പാസ് ഔട്ട് ആകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടും. അതുപോലെ തന്നെ നോൺ ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഫീ ഒക്കെ ചാർജ് ചെയ്യുന്നതിനെ കുറിച്ചുമൊക്കെ ഈ പറയുന്ന കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ അതിൽ പറയുന്നുണ്ട്. അതിന്റെ ബേസിലാണ് നമ്മൾ ഫീ എല്ലാം ചാർജ് ചെയ്യുന്നത്.
ഓക്കെ, ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന്റെ ഒരു ആർക്കിടെക്ചറൽ രീതിയിൽ നമ്മൾ പ്രോജക്റ്റിലേക്ക് എത്തുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. ഇനി എന്റെ 1-2 പ്രോജക്ട്സും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് കൊല്ലത്ത് കടവൂർ CKP ജംഗ്ഷനിലുള്ള ഒരു വീടാണ്. അപ്പം ഇത് ഒരു 6000 സ്ക്വയർ ഫീറ്റോളം ഏരിയ വരുന്ന ഒരു വീടാണ്. ഈ ലാൻഡ് ഓൾറെഡി ഒരു ടെറൈനിലായിരുന്നു. അപ്പോൾ സൈറ്റ് സ്റ്റഡി നടത്തിയപ്പോൾ ഞങ്ങൾ അനലൈസ് ചെയ്തിരുന്നു നമുക്ക് ഇതിനെ ഒരു 2 ലെവലിലായിട്ട് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പം അത് പ്രകാരമാണ് ഞങ്ങൾ ഈ കാണുന്ന സ്ഥലം റോഡ് ലെവലാണ്. അപ്പം ഇവിടെ നമുക്ക് വണ്ടി നേരിട്ട് കയറ്റിയിടണം, വണ്ടി പാർക്ക് ചെയ്യണം. സോ ദാറ്റ് റോഡിനേക്കാൾ ഒരു 30 സെന്റിമീറ്റർ ഉയരത്തിൽ ഈ ഏരിയ ഫിനിഷ് ചെയ്യും. അവിടുന്ന് ഒരു ഉയർന്നു കിടക്കുന്ന ഗ്രൗണ്ട് ലെവലിലോട്ട് വീടിനെ അങ്ങ് ഉയർത്തി. അങ്ങനെയാണ് ഞങ്ങൾ ഇതിന്റെ ഡിസൈൻ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ നമ്മുടെ ക്ലയന്റിന്റെ സൈഡിൽ നിന്നുള്ള ഒരു വലിയ റിക്വയർമെന്റ്, പുള്ളിക്ക് ഒരു യൂറോപ്യൻ സ്റ്റൈല് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരണം എന്നുള്ള ഒരു ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു സ്ലോപ്പിംഗ് റൂഫും ഷിംഗിൾസും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ആ വീടിന്റെ എൻട്രൻസ് ആണ്. ചെറിയൊരു സിറ്റ് ഔട്ടും വലിയൊരു ഓപ്പൺ സിറ്റ് ഔട്ടും ഉണ്ട് ഈ വീടിന്. ഇവിടേക്ക് അത്യാവശ്യം പ്രൈവസി വരുന്ന രീതിയിൽ ചെടികളും ഒക്കെ വളർത്തി നമ്മൾ അതിനൊരു പ്രൈവസി ക്രിയേറ്റ് ചെയ്യും. ഈ കാണുന്നതാണ് അതിന്റെ എൻട്രൻസ്. ഇത് പാരന്റ്സ് ബെഡ്റൂമും മേളിൽ കാണുന്ന ഒരു ഹോം തിയേറ്ററും ആണ്. ഇത് കാർ പോർച്ച്, പുറകില് പൂജാ റൂം, പുറകില് ഇതൊരു ബെഡ്റൂം, അതിന്റെ പുറകില് മറ്റൊരു ബെഡ്റൂം. ഇങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ സൗണ്ട്. ആ വീടിന്റെ അകത്ത് ഒരു സ്പേസ് ഉണ്ട്, ഒരു പേഷ്യോ എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്, ഒരു കോർട്ട്യാർഡ് പോലത്തെ ഒരു സ്പേസ്. ഈ കാണുന്നത് കിച്ചണിൽ നിന്നുള്ളൊരു ഓപ്പണിംഗ് ആണ്. അവിടെ നമുക്ക് ജസ്റ്റ് ഒരു കോഫിയൊക്കെ കുടിക്കാനോ അല്ലെങ്കിൽ പത്രം വായിക്കാനോ ഒക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. ഇതാണ് ആ വീടിന്റെ പ്ലാൻ. ഞാൻ കുറച്ച് സമയം എടുത്തൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഇതാണ് ആ റോഡ് വരുന്നത്. ഇവിടുന്ന് കയറുന്നു, ഇവിടെ 1-2 വണ്ടി കവേർഡായിട്ട് പാർക്ക് ചെയ്യാം, ഇവിടെ ഒരു വണ്ടി ഓപ്പൺ ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇങ്ങനെ ആ ഹയർ ലെവലിലേക്ക് എത്തുന്നു. ഇവിടെ സിറ്റ് ഔട്ട് ആണ്. അകത്ത് കയറിയപ്പോഴത്തേക്കും ഇതൊരു ലിവിംഗ് റൂം ആണ്. ഈ ലിവിംഗ് റൂം അത്യാവശ്യം പ്രൈവസി ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ അകത്ത് ജസ്റ്റ് കാണുകയും ചെയ്യാം, എങ്കിൽ നമുക്ക് അകത്തുള്ളവർക്ക് പ്രൈവസിയും കിട്ടുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അകത്തെത്തുന്നു, അകത്തെത്തിയ ഉടനെ തന്നെ ഇത്രയും സ്ഥലം ഒരു വലിയ കോർട്ട്യാർഡാണ്. ഒരു കോർട്ട്യാർഡും ഇത് ഒരു TV സ്പേസും. ഈ കംപ്ലീറ്റ് ഏരിയ നമ്മുടെ വീടിന്റെ ലെവലിൽ നിന്ന് 45 സെന്റിമീറ്റർ താന്നു നിൽക്കുക. ഇത് പാരന്റ്സ് ബെഡ്റൂം, അതിന്റെ ടോയ്ലറ്റും. പാരന്റ്സ് ബെഡ്റൂം അഥവാ ഗസ്റ്റ് ബെഡ്റൂം. പാരന്റ്സ് എപ്പോഴും ഉണ്ടാവില്ല, അതുകൊണ്ട് ഗസ്റ്റ് ബെഡ്റൂം ആയിട്ടായിരിക്കും അതിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഗസ്റ്റിനെ നമ്മുടെ വീടിന്റെ പ്രൈവറ്റ് ഏരിയയിലോട്ടൊന്നും കൊണ്ടുപോകണ്ട എന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ സോണിംഗ് ലെവലിൽ തന്നെ ഈ ബെഡ്റൂമിനെ ഇവിടെ ലൊക്കേറ്റ് ചെയ്തത്. ഇത് ഒരു ജിം റൂമാണ്, ജിംനേഷ്യം പോലെ സെറ്റ് ചെയ്യുന്ന ഒരു മുറിയാണ്. ഈ മുറിയിൽ നിന്ന് സ്റ്റെപ്പ് കയറി അപ്പർ ലെവലിലോട്ട് പോകാൻ പറ്റും. അവിടെയാണ് ഹോം തിയേറ്ററും ഒരു ആക്ടിവിറ്റി സ്പേസ്. നമ്മൾ ഈ പാസേജിലൂടെ ഇങ്ങനെ വരുമ്പോഴേക്കും ഇവിടെയായിട്ട് ഞാൻ ഇത്തിരി മുമ്പ് പടത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു കോർട്ട്യാർഡ് പോലത്തെ ഒരു സ്പേസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെയാണ് കിച്ചന്റെ സൈഡിലത്തെ വിൻഡോ ഇവിടെ വരും. ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ്, നല്ല വലുപ്പമുള്ള ഒരു ഓപ്പൺ കിച്ചൺ ആണ്. കിച്ചന്റെ സെന്ററിലായിട്ട് ഐലൻഡ് കിച്ചൺ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് 4 സൈഡിലും അടയ്ക്കാൻ പറ്റും. ആ രീതിയിലാണ് അവിടുത്തെ കുക്കിംഗ് ടോപ്പ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വലിയ ഡൈനിങ് സ്പേസ് ഉണ്ട്. പിന്നെ ഇതിനോട് ഡിറ്റാച്ച് ചെയ്തിട്ട് ഇപ്പുറത്തൊരു ബ്ലോക്ക് ഉണ്ട്, അത് വർക്ക് ഏരിയയും സെർവൻസ് റൂമും ടോയ്ലറ്റും മറ്റുമാണ്. പിന്നീട് ഇവിടുത്തെ ഗസ്റ്റ് ബെഡ്റൂം ഞാൻ പറഞ്ഞു. ക്ലയന്റിന് 2 പെൺകുട്ടികളാണ് ഉള്ളത്. ക്ലയന്റിന്റെ ബെഡ്റൂം ഇവിടെയാണ്. നമ്മൾ ഈ ഡൈനിങ് റൂമിൽ കൂടെ നടന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ഇവിടെ ഒരു താഴത്തെ നിലയിൽ ഒരു സ്പേസ് ഉണ്ട്, അതൊരു ലിവിംഗ് റൂം പോലത്തെ ഒരു സ്പേസും. അവിടുന്ന് സ്റ്റെപ്പ് കയറി ഒരു അപ്പർ ലെവലിലെത്തും. അന്നേരം നമ്മൾ ഈ ഡ്രസ്സിംഗ് റൂമിന്റെ ടോയ്ലറ്റിന്റെയും മേലെത്തും. അവിടെയായിട്ടാണ് ക്ലയന്റിന്റെ മാസ്റ്റർ ബെഡ്റൂം. ഇപ്പുറത്തായിട്ട് മൂത്ത മോൾക്കുള്ള ബെഡ്റൂം, ഡ്രസ്സിംഗ് സ്പേസ്, ടോയ്ലറ്റ്. നമ്മുടെ ഈ കോർട്ട്യാർഡിന്റെ സെന്ററിൽ കൂടെ ഒരു പാസേജ് ഉണ്ട്. ആ പാസേജിലേക്ക് നടന്നു വരുമ്പോഴേക്കും വീണ്ടും ഒരു ബെഡ്റൂം, ആ ബെഡ്റൂമിന്റെ സൈഡിലായിട്ട് ഡ്രസ്സിംഗ് റൂമും ടോയ്ലറ്റും. അപ്പം ഈ പ്രൈവസിയും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് വീട് മാത്രമല്ല, വീടിന്റെ പരിസരവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒരാൾ ഇപ്പം ഒരു സർവീസ്, ഒരു ഗ്യാസ് സിലിണ്ടർ കൊണ്ട് ഒരാൾ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഉള്ള വഴി വരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പുള്ളി ഇതിലേക്കൂടെ നടന്നു വന്ന്
ഇങ്ങനെ ഒരു അപ്പർ ലെവലിൽ എത്തിയതിനു ശേഷം ഇതിലേക്ക് കൂടെ ഒരു പാസേജ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ പാസേജിൽ കൂടെ വന്നിട്ട് ഈ സ്പേസിലാണ് നമ്മൾ ഗ്യാസ് സിലിണ്ടർ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ചിന്തിച്ചുകൊണ്ടായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. പിന്നെ ആ പാത്തിയോ എന്ന് പറഞ്ഞ സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിൽ കൂടെ പാസ് ചെയ്ത് ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ ഈ സ്ഥലത്ത് ഒരു പൂളുണ്ട്, ആ പൂളിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് സമയം കൊണ്ട് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം നമുക്കുള്ളൂ. ഞാൻ സ്ലൈഡിലോട്ട് പോവാണ്. ഇത് ആ ബിൽഡിങ്ങിന്റെ എലിവേഷൻസ് ആണ്. ഓരോ സൈഡ് എങ്ങനെ വരണം, എത്ര ഹൈറ്റിൽ വരണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സൈറ്റിൽ വെച്ചിട്ട് ലൈവായിട്ട് തീരുമാനിക്കുന്നതിനേക്കാൾ നല്ലത് നേരത്തെ തന്നെ അതിന് ഒരു നല്ല പ്ലാനിങ് ഉണ്ടാക്കുന്നതാണ്. ആ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ എലിവേഷൻസ് ആണ്. ഇത് മറ്റൊരു പ്രോജക്റ്റ് ആണ്. ഈ പ്രോജക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പേ ഈ പ്രോജക്റ്റിന്റെ എലിവേഷനും സെക്ഷനുമാണ് ഈ കാണുന്നത്. ഇതാണ് ആ പ്രോജക്റ്റ്. ഇത് ചന്ദനത്തോപ്പിലുള്ള ഒരു വീടാണ്. കണ്ടു നോക്കൂ, ഇവിടെയാണ് എൻട്രൻസ് വരുന്നത്. ഇത് നമ്മുടെ മെയിൻ വീടും ഇത് അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഗസ്റ്റ് ഒരു കൺസൾട്ടൻസി റൂമാണ്. ക്ലയന്റിന്റെ മോള് MBBS പഠിക്കാൻ പോവാണ്. അപ്പൊ അവർക്ക് ഫ്യൂച്ചറിൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ടുള്ള ഒരു റൂമാണ് ഇത്. അപ്പം ഇവിടെ ഇങ്ങനെ എൻട്രൻസ് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഒരു വലിയൊരു വരാന്ത കാണാൻ പറ്റും. ക്ലയന്റിന്റെ വലിയൊരു റിക്വയർമെന്റ് ആണ് വീടിന് ചുറ്റും വരാന്ത കാണാനുള്ളത്. അപ്പൊ വരാന്തയ്ക്ക് നമ്മൾ പലയിടത്തും ചാരുപടി പോലുള്ള സംഗതികളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല. കാര്യം അത് നമുക്കത് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ചാരുപടി കാലക്രമേണ അത് കേടാവും, വെയിലടിച്ച് പ്രശ്നം വരും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഒരു നല്ല ലോങ് വരാന്ത കൊടുത്തു. അതിനുശേഷം ഇവിടത്തേക്ക് നമ്മൾ മെയിൻ ഡോറും മറ്റും എത്തി. ഇതാണ് ആ വീടിന്റെ ലിവിംഗ് റൂം. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാം, സോറി, ഇത് ആ വീടിന്റെ ഒരു കോർട്ട്യാർഡാണ്. ഇത് ഫാമിലി റൂം, TV റൂം എന്ന് വേണമെങ്കിലും പറയാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് ഡൈനിങ് റൂമും അതിന് പുറകിൽ വാഷ് ബേസിനും. നിങ്ങൾ ഇവിടെ ഒരു ഷാഡോ ശ്രദ്ധിച്ചല്ലോ അല്ലെ? നമുക്ക് ഈ സൺപാത്തും ഒക്കെ സ്റ്റഡി ചെയ്തിട്ട് സൺലൈറ്റിനെ എങ്ങനെ നമുക്ക് വീടിനകത്ത് കൊണ്ടുവരണം എന്നുള്ളതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഡ്രോയിങ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഏത് മാസം എങ്ങനെ വെയിലടിക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടാവും. ആ സൺലൈറ്റ് മാറുന്നുണ്ടല്ലോ, ടൈം അനുസരിച്ച് മാറുന്നതാണ്. ഇത് കിച്ചണാണ്. അവിടെ കാണുന്നത് ഓപ്പൺ കിച്ചണാണ്. അതിനകത്ത് കാണുന്നത് വർക്ക് ഏരിയ. ഇത് നമ്മൾ ബിൽഡിങ്ങിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലയന്റിന് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു 3D ആനിമേഷൻ ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് വാഷ് ഏരിയ. ഇവിടെ 2 ബെഡ്റൂം. നമ്മൾ നേരത്തെ സോണിങ്ങിൽ പറഞ്ഞായിരുന്നല്ലോ പ്രൈവറ്റ് ഏരിയയും പബ്ലിക് ഏരിയയും തമ്മിലുള്ള കാര്യങ്ങൾ. അപ്പൊ അത് കാരണം പബ്ലിക് ഏരിയാസ് എല്ലാം ഞങ്ങൾ വീടിന്റെ ബാക്ക് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് 2 ബെഡ്റൂംസ്, മേലേക്ക് കയറാനുള്ള സ്റ്റെയർകേസ്. ഇത് സ്റ്റഡി സ്പേസ് അവർക്ക് ഓപ്പൺ ആയിട്ട് തന്നെ വേണം എന്നുള്ളൊരു റിക്വയർമെന്റ് ബേസിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബെഡ്റൂം. സ്റ്റെപ്പ് വരെ നമ്മൾ മേളിൽ വരുമ്പോൾ നമുക്ക് ഡബിൾ ഹൈറ്റിൽ കൂടെ താഴെ കാണാൻ പറ്റും. നമ്മൾ ഈ പ്രൈവറ്റ് സ്പേസിലാണെങ്കിലും ആരെങ്കിലും ലിവിംഗ് റൂമിൽ വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയായിട്ട് അടുത്തൊരു ബെഡ്റൂം, സിമിലർലി അപ്പുറത്തെ സൈഡിലുണ്ട് ഒരു ബെഡ്റൂം. ഇതൊരു പെർഗോഡ സ്പേസും ഒരു ടെറസ് സ്പേസും ഒക്കെ കൂടി കൊടുത്തേക്കാണ്. അതിന്റെ 4 സൈഡ്, എല്ലാ സൈഡിന്റെയും 3D എല്ലാം ഞങ്ങൾ ആദ്യം തന്നെ ഡെവലപ്പ് ചെയ്തിട്ടാണ് എല്ലാം ചിന്തിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ക്ലയന്റിന്റെയും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കും. വലിയൊരു ആശയ പ്രശ്നങ്ങളൊന്നും ഫ്യൂച്ചറിൽ ക്ലയന്റുമായിട്ട് ഉണ്ടാകുന്നതല്ല. ഷാഡോ സ്റ്റഡി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയ്ഡ് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെ വന്നാൽ നമ്മുടെ വൃത്തിയായിരിക്കും വീട് കാണാൻ. അതനുസരിച്ച് പെർഗോളയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഈ ഷാഡോ സ്റ്റഡിയിലൂടെയാണ്. അപ്പൊ ഇതിന്റെ പ്ലാൻ ആയിരുന്നു ഞാൻ കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്തത്. ഇതാണ് ആ വീടിന്റെ പ്ലാൻ. ഇതാണ് ആ എൻട്രൻസ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ലയന്റുമായിട്ടുള്ള ഒരു ഇനീഷ്യൽ ഡിസ്കഷൻ സമയത്തിൽ നമ്മൾ ഇതുപോലെ ആയിരിക്കും ഡ്രോയിങ് ചെയ്ത് കൊടുക്കുന്നത്. എൻട്രൻസ്, ലിവിംഗ് റൂം, ഫാമിലി ലിവിംഗ് റൂം, ഡൈനിങ് റൂം, കിച്ചൺ, വർക്ക് ഏരിയ,
വർക്ക് ചെയ്ത് പുറത്തേക്ക് പോകാനുള്ള ഡോറ്, പിന്നെ പ്രൈവറ്റ് സ്പേസസ് എല്ലാം പുറകിലും. ഇതിലെ പാസ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം, അതിന്റെ ഡ്രസ്സിംഗ് റൂം, അതിന്റെ ടോയ്ലറ്റ്, ഇപ്പോഴത്തെ മറ്റൊരു ബെഡ്റൂം, ഡ്രസ്സിങ്, ടോയ്ലറ്റ്. ഇതാണ് കോർട്ട്യാർഡ്. ഞാൻ ആദ്യം വ്യൂ കാണിച്ചതും പിന്നെ പ്ലാൻ കാണിച്ചതും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കാനായിട്ടാണ്. ഇത് അതിന്റെ എലിവേഷനും സെക്ഷനും ഒക്കെ വർക്ക്ഔട്ട് ചെയ്തതാണ്. പക്ഷെ ഞങ്ങളിത് ഫൈനലി ചെയ്തപ്പോൾ ഇതിനകത്തും കുറെ മാറ്റങ്ങൾ പിന്നെയും വന്നിട്ടുണ്ട്. ഇത് മറ്റൊരു വീട് മങ്ങാടുള്ളതാണ്. അത് ഇപ്പൊ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഇവർക്ക് നല്ലൊരു ഓപ്പൺനെസ് വീടിനുള്ളിൽ കാണുന്നത് നിർബന്ധമായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് അതിന്റെ എൻട്രൻസ്. ആ എൻട്രൻസിൽ കൂടെ കയറി വരുമ്പോൾ കാണുന്ന വ്യൂ ആണ്. അപ്പം ഇവിടെയും ഇവർക്ക് പ്രൈവസിയും വേണം, എങ്കിൽ ഓപ്പൺനെസ്സും വേണം. അപ്പൊ അങ്ങനെയാണ് ഒരു സെമി ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് ജാളി പോലത്തെ വർക്കുകളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. കുറച്ച് ഫോൾ സീലിംഗ്സ്, ഇവിടെ ഒരു കോർട്ട്യാർഡും ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ട്രിവാൻഡ്രത്ത് ഒരു സിംഗിൾ സ്റ്റോറി ഹൗസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇത് കൊല്ലത്ത് തന്നെയുള്ള ഒരു സിംഗിൾ ഡ്വെല്ലിംഗ് യൂണിറ്റ് ആണ്. ഒറ്റ വീടാണ് സംഗതി. പക്ഷെ നമ്മുടെ ഈ നാട്ടിൽ വാസ്തു ഒരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ വാസ്തു കാരണം നമുക്ക് ഇവിടെ തന്നെ ബെഡ്റൂം വെക്കണമെന്നാണ് വാസ്തുവിന്റെ നിയമം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഈ റോഡെല്ലാം അത്യാവശ്യം കൺജസ്റ്റഡ് ആണ്. അപ്പൊ അത് കാരണം ഞങ്ങൾ ഒരു ഫ്ലോർ അങ്ങ് മേപ്പോട്ട് ഉയർത്തേണ്ടി വരും. അപ്പം നമുക്ക് താഴെ 3 or 4 കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കിട്ടും. ഇവിടുന്ന് സ്റ്റെപ്പ് കയറി ഇവിടെ താഴത്തെ ഒരു നിലയും അതിനു വേണ്ടി മറ്റൊരു നിലയായിട്ട് ഈ വീടിനെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പം എന്റെ പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്തതാണിത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. Thank you, sir, for this wonderful session. You have explained it very well. Now there is a Q&A session. You can ask your doubt to our speaker. Is there any doubt? If you have any doubts, you can either ask him directly or you can text in the chat box. All your queries will be answered right now. ആർക്കും ഒന്നും ചോദിക്കാനില്ലേ? ഞാൻ ഒരുപാട് ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. വാസ്തുവായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ വന്നേക്കാന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോഴേ ഹരീഷ്, ഇപ്പോഴും എല്ലാവരും ഈ വാസ്തു ഒക്കെ നോക്കിയാണോ വീട് വെക്കുന്നത്? അതെ, അതൊരു വിശ്വാസം പോലെ ആയിപ്പോയി. റീസൺ എന്ന് പറഞ്ഞാൽ വാസ്തു നോക്കിയില്ലെങ്കിൽ കാല് നിന്ന് തന്നെയാലും അത് വീടിന്റെ കുഴപ്പമാണെന്ന് പറയും. അല്ല, അപ്പൊ എനിക്ക് അറിയാവുന്ന ഒരു പാർട്ടി നല്ലൊരു വീടായിരുന്നു, അതിന്റെ വാതിലൊക്കെ മാറ്റി വെച്ചു. ഇപ്പൊ ഒരു കാര്യം ഉണ്ടായിട്ടാണ് എനിക്ക് മനസ്സിലായി. എനിക്ക് അതിശയം വന്നു, എന്തിനാ ഈ വാതിലൊക്കെ മാറ്റി അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ വെക്കുന്നത്? ഒരു വേസ്റ്റ് ആയിട്ട് മാറ്റി വെച്ച് ആകെ വൃത്തിയേടാക്കി. ഇത് ഈശ്വര വിശ്വാസമോ നിരീശ്വര വിശ്വാസമോ ഒന്നും പറയാനൊക്കില്ല. വാസ്തു എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു ഭ്രാന്തായിട്ട് മാറിയിപ്പോ. പിന്നെ ഞങ്ങള് ഒരു പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വാസ്തുവിനകത്തുള്ള കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ കന്നിമൂലയില് മാസ്റ്റർ ബെഡ്റൂം വേണമെന്ന് പറയും. അതിനുള്ള റീസൺ വേറെ ഒന്നുമില്ല. കന്നിമൂലയാണ് എപ്പോഴും ചൂടടിച്ച് കിടക്കുന്ന ഒരു സ്ഥലവും കാറ്റ് കിട്ടുന്ന ഒരു സ്ഥലം. അപ്പൊ നമ്മള് മോസ്റ്റ് ഓഫ് ദ ടൈം അടുക്കളയിലോ അല്ലെങ്കിൽ ലിവിംഗ് റൂമിലോ ഒക്കെ ആയിരിക്കും. അപ്പൊ കന്നിമൂലയിൽ ഇത്തിരി ചൂടായി കിടന്നാലും രാത്രിയാകുമ്പോൾ തണുത്തോളൂ, കാറ്റ് കിട്ടും. അതുകൊണ്ടാണ് അവിടെ മാസ്റ്റർ ബെഡ്റൂം പ്ലാൻ ചെയ്തത്. അപ്പൊ അങ്ങനെ ലോജിക്കുള്ള ചില റീസൺസ് ഞങ്ങളത് കീപ്പ് ചെയ്യും. പിന്നെ നോക്കും തീർച്ചയായിട്ടും. അതേപോലെ അടുക്കളയുടെ പൊസിഷൻ വാസ്തു പറയുന്നത് നല്ലതാണ്. അടുക്കളയുടെ പൊസിഷൻ കന്നിമൂല ഒഴിച്ച് ബാക്കി 3 സ്ഥലങ്ങളിൽ കൊടുക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. കന്നിമൂലയിലുള്ള പ്രോബ്ലം, കന്നിമൂല എന്ന് പറഞ്ഞ ഒരു എനർജി വരുന്ന ഡയറക്ഷൻ, കാറ്റ് വരുന്ന ഡയറക്ഷനാണ്. അപ്പൊ നമ്മൾ അവിടെ തീ കത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പൊ പെണ്ണുങ്ങൾക്കാണെങ്കിൽ സാരിയിലൂടെ തീ പിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ആ പൊസിഷനിൽ വേണ്ട എന്ന് പറയുന്നത്. ബാക്കിയുള്ള 3 പൊസിഷനിലും വലിയ കുഴപ്പമില്ല.
പിന്നെ അതുപോലെ വാസ്തുവായിട്ട് ബന്ധപ്പെട്ട് TKM കോളേജിൽ ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്നത് വാസ്തു എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് ആണ്, അതിനപ്പുറം ഒന്നുമില്ല. സോ ക്ലൈമറ്റിനെ നമ്മൾ പ്രോപ്പറായിട്ട് വീട്ടിൽ കൊണ്ടുവരാൻ നോക്കുക, നമ്മുടെ പ്രകൃതിയെ വീട്ടിൽ കൊണ്ടുവരാൻ നോക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പം രാവിലത്തെ സൂര്യപ്രകാശത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ചൂട് കുറവാണ്, എങ്കിൽ നല്ല പോസിറ്റീവ് ആണ് വെച്ചാൽ നമ്മൾ എണ്ണിച്ചെടുപ്പ് കാണുന്നത്. അപ്പം അങ്ങനെയുള്ള ഡയറക്ഷനുകളിൽ നമ്മൾ മാക്സിമം ഓപ്പൺനെസ്സും ഒക്കെ കൊടുക്കും. തിരിച്ച് ചൂട് വരുന്ന ഡയറക്ഷനിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കും. ഹുർഡീസ് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അകത്ത് ഹോളുള്ള നാച്ചുറൽ ആയിട്ടുള്ള ബ്രിക്സ് ഒക്കെ ഉണ്ട്. അതാണ് ഇവിടെ എന്റെ ഓഫീസിലേക്ക് ഇട്ടുള്ളത്, ആ കാണുന്ന ഹുർഡീസ് ബ്ലോക്ക്. അപ്പം ഇങ്ങനെയുള്ള ബ്ലോക്സും ഹോളോ ബ്രിക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് എഞ്ചിനീയേഴ്സ് ബ്രിക്ക് എന്ന് അതിന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സംഗതികളെല്ലാം ഈ വെയിൽ കൂടുതലടിക്കുന്ന ഭിത്തിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ ചൂട് നമുക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റും. കുറയ്ക്കാൻ പറ്റും. ഇതിനകത്ത് ഈ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ കംഫോർട്ട് ആയിരിക്കും. ഇതുണ്ടോ, ഇത് ഗ്യാപ്പാണ്. അപ്പൊ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഈ പടിഞ്ഞാറ് വശത്തും തെക്ക് വശത്തും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ചൂട് കുറയ്ക്കാൻ പറ്റും. പക്ഷെ കോസ്റ്റ് വൈസ് നോക്കുമ്പോഴോ, കോസ്റ്റ് വൈസ് ഇത് പ്ലാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല ഈ മെറ്റീരിയൽ ആണെങ്കിൽ. അപ്പൊ നമുക്ക് കോസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്താൽ കോസ്റ്റ് കൂടില്ല. ഇത് ആക്ച്വലി ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കി ഇവിടെ വരുന്ന ബ്രിക്കാണ്. അപ്പം അതുകൊണ്ട് ഈ ട്രാൻസ്പോർട്ടേഷന്റെ ഒരു കോസ്റ്റ് ഒരു ചെറിയ പ്രോബ്ലമാണ്. എങ്കിലും ബ്രിക്ക് നമ്മുടെ നല്ല വയർ കട്ട് ബ്രിക്കിന്റെ കോസ്റ്റേ ആവണം. അല്ല, ഒരുപാട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ക്ലാസ് ഒന്നും നല്ലായിരുന്നു. പക്ഷെ നിങ്ങൾ കാണിച്ച വീടൊക്കെ നല്ലതാണ്. പക്ഷെ അതിന്റെ ടോട്ടൽ ചെലവ് എന്തോ വരുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ നമ്മൾ ഓടുന്നത്. അല്ല സാർ, കോസ്റ്റ് പ്രശ്നമാണ്. എങ്കിലും നമ്മളിപ്പോ പറയുന്നത് ഒരു ക്ലയന്റ് ഒരു 2000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ അങ്ങനെ പറയണ്ട, ഒരു ക്ലയന്റിന്റെ കയ്യിൽ 60 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അവര് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വേണമെന്ന് പറഞ്ഞാൽ ഏകദേശം 2000 രൂപ വെച്ചിട്ട്. അപ്പൊ ഞങ്ങൾ ഒരിക്കലും അതിനെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കില്ല. നമ്മൾ പറയും നിങ്ങൾ 3000 ഉള്ള വീട് വെക്കേണ്ട, ഒരു 2000 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വെക്കാൻ നോക്കും. നമുക്കുള്ള വീട് വൃത്തിയായിട്ട് ചെയ്യാം. ഇത് പലരും ഈ 3000 വേണമെന്ന് പറയാൻ റീസൺ പുള്ളിയുടെ സുഹൃത്തിന് 2800 സ്ക്വയർ ഫീറ്റിന്റെ വീട് ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അല്ലാതെ പ്രാക്ടിക്കലി നോക്കിയാല് നമ്മളൊരു 3000 4000 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലും വലിയ ബുദ്ധിമുട്ടാണ്. ഭയങ്കര പാടാ. ഇപ്പൊ വീട് വെച്ചിട്ട് പെയിന്റ് അടിപ്പിക്കണേ. അതെ പെയിന്റിങ്ങും അതെ. ഓക്കെ, ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദ്യങ്ങളെല്ലാം ചോദിക്കാനുണ്ടോ? പ്രാക്ടിക്കൽ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ആളുകളെ കിട്ടുമ്പോൾ ചോദിക്കുക, മനസ്സിലാക്കുക. എന്റെ അഭിപ്രായത്തിൽ ഹരീഷ് സാർ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു സാർ. ഹലോ സാർ, ഈ ഫ്ലഡ് ആണ് ഇപ്പം നമുക്ക് എപ്പോഴും അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം. ഈ ഫ്ലഡിന്റെ ഒരു ഇഷ്യൂ ആണ്. അപ്പം അതിനു വേണ്ടി നമ്മൾ ആർക്കിടെക്ചറൽ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും? അതിനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിലെ കടകളൊക്കെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ, അതെല്ലാം സ്റ്റിൽസിന്റെ മേളിലായിരിക്കും, ചെറിയ കമ്പുകളുടെ മേളിലായിരിക്കും കട നിൽക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ ഒരു ഫ്ലഡ് വരാൻ ചാൻസ് ഉള്ള സ്ഥലം ആയതുകൊണ്ട് അവർക്കറിയാം അവിടെ ഒരു സോളിഡ് സ്ട്രക്ചർ വെച്ച് കഴിഞ്ഞാൽ ഒലിച്ചു പോകും. സോ അവര് ബിൽഡിങ്ങിനെ എലിവേറ്റ് ചെയ്ത് സ്റ്റിൽസിനകത്താണ് കടകളെല്ലാം വെച്ചിരിക്കുന്നത്. നമുക്കും അതിന് സിമിലർ ആയിട്ട് പില്ലറിനകത്ത് വീടുകൾ ചെയ്യാൻ പറ്റും. ഒരു ഫ്ലഡ് വന്നാൽ താഴെ കൂടെ പൊയ്ക്കോട്ടെ. മാത്രമല്ല, നിങ്ങൾക്കറിയാലോ RCC ബ്രിക്കിനേക്കാൾ എത്രയോ നല്ലതാണ്. അത് നിന്നോളും, ഫ്ലഡിലും ഒക്കെ നിന്നോളും, യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നെ വാട്ടർ പ്രൂഫിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ലീക്കിംഗ് ഇഷ്യൂ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ഒരുപാട് സൊല്യൂഷൻസ് ഇപ്പൊ അവൈലബിൾ ആണ്. അതൊന്നും ഒരു പ്രോബ്ലമേ അല്ല. വേറെ എന്തെങ്കിലും? നേരത്തെ ഈ വാട്ടർ ലീക്കിംഗ് ഒരു വലിയ വിഷയമായിരുന്നു. ഇപ്പൊ കോൺക്രീറ്റ് ലീക്കിംഗ് പോലും പെട്ടെന്ന് ശരിയാക്കാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം നമുക്ക് പുറത്ത് കിട്ടുന്ന പല മെറ്റീരിയൽസും നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. അതിന് നല്ല റിസൾട്ടും ഉണ്ട്. നല്ല റിസൾട്ട്. ശരിയാ. അതെ. ശരിക്കും ഞാൻ പറയാൻ വിട്ടുപോയി ഒരു വലിയൊരു പോയിന്റ്. ഈ നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു കോമൺ സെൻസ് ആണ്. ശരി, നമ്മള് സെൻസിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാന്നുള്ള ഇഷ്യൂ ഉള്ളൂ.
ചില ആൾക്കാരൊക്കെ ഒരു ലീക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റീപ്ലാസ്റ്റർ ചെയ്യും, അല്ലെങ്കിൽ കോൺക്രീറ്റ് കുത്തിപ്പൊട്ടിച്ചിട്ട് വീണ്ടും ചെയ്യും. അങ്ങനെയൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് ആകും. സത്യം പറഞ്ഞാൽ അതിന്റെ ഇഷ്യൂ എവിടെയാണെന്ന് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ അവിടെ മാത്രം ട്രീറ്റ് ചെയ്താൽ മതി. അത് ചീപ്പുമാണ്, മൊത്തത്തിൽ ചെയ്യുന്നതിനേക്കാൾ തീർച്ചയായിട്ടും ചീപ്പുമാണ്. Okay. There is a doubt in the chat box. We have a doubt in the chat box. Okay. Can I know the details about amphibious building? Can it solve flood conditions of places like Manrothurut and Kuttanad? അവിടെയുള്ള അങ്ങനെയുള്ള ഏരിയാസിൽ ഇപ്പം TKM കോളേജിൽ നിന്ന് ഒരു ബാച്ച് അവിടെ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഞാൻ ഈ പറഞ്ഞതിന് സിമിലർ ആയിട്ട് സ്റ്റിൽസിനകത്ത് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി, ഫൗണ്ടേഷൻ പോലെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നു. അതിനുശേഷം പ്രീ ഫാബ്രിക്കേറ്റഡ് ബോർഡ്സ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് ബോർഡ്സും സീലിംഗ്സും ഒക്കെ ചെയ്യുന്നത്. സോ ദാറ്റ് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. എങ്കിൽ ഒരു ഫ്ലഡോ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ വെള്ളം വന്ന് കയറി ഇറങ്ങി പോയിക്കോളും, വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഹലോ. യെസ്. ഹലോ സാർ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സാർ പ്രസന്റ് ചെയ്തപ്പോ COA രജിസ്ട്രേഷനെ പറ്റി നിങ്ങളെ ബിടെക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾക്ക് 4 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. രണ്ടാമത് ഒരു എക്സാം ഉണ്ട്, 2 സെക്ഷനായിട്ട് നടത്തുന്ന ഒരു എക്സാം ഉണ്ട്. ആ എക്സാമും നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ COAയുടെ ലൈസൻസ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ആർക്കിടെക്ട് എന്നുള്ള ലേബൽ വെക്കാൻ പറ്റൂല, COA ലൈസൻസ് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സർ. Okay, thank you, sir. In the chat box we have a doubt. They are planning to make as a project for amphibious building. Can you explain about the amphibious building? ആംബിബിയസ് ബിൽഡിങ്സ് അല്ലേ? ഓക്കെ, അതൊന്ന് എനിക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവുന്ന രീതിയിൽ ഒന്ന് പറയുമോ? Sahadia, can you please explain little bit detail? Hello, sir. Yeah. ആംഫിബിയസ് ബിൽഡിങ്സ് എന്ന് പറയുമ്പോഴത്തേന് ഇപ്പോ മൺറോത്തുരുത്തൊക്കെ ഓൾറെഡി ഹൗസസ് TK-മാര് ബിൽഡ് ചെയ്തത് അത് ജസ്റ്റ് പില്ലർ കൊടുത്തിട്ടുള്ള സംഭവമാണ്. ആംഫിബിയസ് ബിൽഡിങ്സ് എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ മറ്റേ ഫ്ലഡ് വരുന്ന സമയത്ത് ലൈക്ക് നമ്മുടെ ഷിപ്സ് ഒക്കെ എങ്ങനെയാണ് വെള്ളത്തിലൂടെ പോണെന്ന് വെച്ചാൽ ഫ്ലോട്ട് ചെയ്യുന്ന ബിൽഡിങ്സ്. അതിന് ഫ്ലഡ് വരുന്ന സമയത്ത് മാത്രം നമുക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ അവരൊക്കെ മാറി താമസിക്കുന്നുണ്ട്, അപ്പൊ പുറത്തു പോകേണ്ട ആവശ്യമില്ല. ഫ്ലഡ് വരുന്ന സമയത്ത് മറ്റേ ബോയൻസിയുടെ കൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ പ്രോജക്റ്റ് ചെയ്യാം. അതിന് പ്രാക്ടിക്കലായിട്ട് പല ഡിഫിക്കൽട്ടീസ് നമ്മുടെ നാട്ടിലുണ്ടാവും. കാര്യം നമുക്ക് ഇതുപോലെ സാങ്ഷനിങ് അങ്ങനെയുള്ള പല പല ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു പൊസിഷൻ ഇല്ലല്ലോ, അത് എവിടെ വേണമെങ്കിലും ആവാം. ഇറ്റ്സ് ലൈക്ക് എ മൊബൈൽ തിങ്. സോ അങ്ങനെയൊന്നും നമ്മളിവിടെ ആരും ചെയ്യുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും നല്ലൊരു കോൺസെപ്റ്റ് ആണ്. ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെ തീർച്ചയായിട്ടും വരേണ്ടതാണ്. അപ്പൊ അത് ഒരു പ്രോജക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് പറയാൻ ഒക്കുന്ന ഒരു കാര്യം, എനിക്കറിയാവുന്ന എറണാകുളത്ത് ഫ്ലോട്ടിംഗ് കോട്ടേജസ് ഉണ്ട്. ഫ്ലോട്ടിംഗ് കോട്ടേജസ് അതിനെ കുറിച്ച് ഞാൻ നോക്കിയായിരുന്നു കുറെ. പുറത്ത് രാജ്യത്തൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ, എയറേറ്റഡ് ബബിൾ പോലെയുള്ള അല്ലെങ്കിൽ ചെറിയ ബോട്ട് പോലുള്ള സംഗതികൾ ചേർത്ത് വെച്ചിട്ട് അതിന്റെ മേളിൽ നമ്മൾ കോട്ടേജസ് എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പല ഫ്ലഡിനും ഇതെല്ലാം തകർന്നു പോയ കേസുകളും ഒരുപാടുണ്ട്. അപ്പം നേരെ മറിച്ച് നിങ്ങൾ പറഞ്ഞ ആ ഒരു ഒഴുകുന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പ്രാക്ടിക്കൽ രീതിയിൽ അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു സ്റ്റഡി നടത്താൻ വേണ്ട ഹെൽപ്പുകൾ ഞാൻ ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു സർ. ഹായ് സർ. ഹലോ. യെസ്, പറയൂ.
സാർ ഇപ്പൊ തന്നെ നിലവിലുണ്ടല്ലോ ഒരു ഫ്ലോട്ടിംഗ് ഹൗസ് എന്നുള്ള ഒരു രീതിയിൽ ആലപ്പിയിൽ എന്തോ ഗോപാലൻ ആചാര്യ എന്നൊരു ആളാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ആ ഒരു വീട് സ്റ്റില്ലായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പം വെള്ളം ഒരു പ്ലോട്ടിലോട്ട് വെള്ളം വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ആ വീട് അങ്ങ് റൈസ് ചെയ്യും. അതിപ്പം യൂട്യൂബിലൊക്കെ അതിപ്പം ഭയങ്കരമായിട്ട് ഇടയ്ക്ക് വെച്ച് വൈറലായ ഒരു വീഡിയോ ആണ്. അപ്പം അത് അതിന്റെ ഫൗണ്ടേഷനിൽ എയർ ബാഗ്സും എയർ ടാങ്ക് അപ്പം സെപ്റ്റി ടാങ്ക് പോലും അത് തന്നെ അറ്റാച്ച്ഡ് ആണ്. അപ്പം വെള്ളം ആ ഒരു പ്ലോട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ടാണ് ആ വീട് റൈസ് ചെയ്യും. വെള്ളം ആ പ്ലോട്ടിൽ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കലി അതങ്ങ് നോർമൽ പൊസിഷനിലോട്ട് വരും. അത് ഇൻക്ലൂഡിങ് കാർ പോർച്ചും കൂടെയാണ് അത്. പക്ഷെ അതിനെ കുറിച്ചുള്ള ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അതൊരു പ്രോജക്റ്റ് ആയിട്ട് നോക്കും, അതിനെ കുറിച്ചൊരു കേസ് സ്റ്റഡി അത് പ്രോജക്റ്റ് ആയിട്ട് ചെയ്യാൻ ഞങ്ങള് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ പക്ഷെ അതിനകത്ത് ഞാൻ നോക്കിയപ്പോഴത്തേനും ഒരു സംഭവം വന്നത് സിംഗിൾ സ്റ്റോറിയുടെ മാത്രമായിട്ടേ ചെയ്യാൻ പറ്റൂ. നമുക്ക് വലിയ റൈസ്ഡ് ബിൽഡിങ്സ് ഒന്നും അങ്ങനെ പണിയാൻ പറ്റില്ല. അതായത് ബേസിന് നല്ല വലിപ്പം ഉണ്ടാവണം, ഫ്ലോട്ട് ചെയ്യണം, ബേസ് വലുതായിരിക്കണം. അതാ. പക്ഷെ നല്ലൊരു കോൺസെപ്റ്റ്, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അദ്ദേഹം വേറെ അങ്ങനത്തെ ഉള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ ബിൽഡിങ്സ് ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഇപ്പം അയാൾ ചെയ്ത ലേറ്റസ്റ്റ് ഉള്ള ഒരു വർക്ക് ആണ്. പിന്നെ അതിന്റെ ഡെമോയും ഒരു അതിന്റെ ഫ്രണ്ടിൽ തന്നെ, ആ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് കാർ പോസ്റ്റ്. കാറ് കയറാൻ പറ്റും. എത്ര പൗണ്ട് ആണ് വെയിറ്റ് അവർ പറയുന്നത്, ഇനിയും അതിന് വെയിറ്റ് എടുക്കാൻ പറ്റും. പക്ഷെ അത് വർക്കിംഗ് ഇപ്പം ഫ്ലഡ് അവിടെ അതിനുശേഷമുള്ള വർക്കിംഗ് പ്രൊസീജിയർ ഒന്നും കാണിച്ചിട്ടില്ല. ഞങ്ങൾ ആക്ച്വലി കുട്ടനാട്, ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് നമുക്ക് അറിയാം അവിടുത്തെ ഫ്ലഡ് ലെവൽ എങ്ങനെയാ വരുന്നത്, എത്രയാ വരുന്നതെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പൊ കാണുന്ന പല സ്ഥലങ്ങളിലും ഫ്ലഡ് വരുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു വലിയ ഫ്ലഡ് ആണ് വന്നു കയറുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു വാട്ടർ ലെവൽ ഇത്ര വരുമെന്നുള്ള പ്രതീക്ഷ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ ഷിപ്പിനെ പോലെ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു വീട് ആണെങ്കിൽ there is no problem. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ചിന്തയില്, ആ ഒരു കോൺസെപ്റ്റില് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു കാര്യം, ഒരു ക്രൈറ്റീരിയ. ഹലോ പറയൂ സർ. ഈ ബിടെക് സിവിൽ കഴിഞ്ഞതിന് ശേഷം ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് ചെയ്യാൻ പറ്റും? കോഴ്സ് മീൻസ് എന്താ, എന്തെങ്കിലും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പോലെ, PG പോലെ പ്ലാനിങ് ചെയ്യാൻ പറ്റും. ആർക്കിടെക്ചർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം സിറ്റി പ്ലാനിങ്, ടൗൺ പ്ലാനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും. റെസിഡൻഷ്യൽ ലെവലിലോട്ടോ അല്ലെങ്കിൽ ഒരു ആ ലെവലിലോട്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആർക്കിടെക്ചർ ഒന്നും കൂടെ സൈഡായിട്ടോ എങ്ങനെയെങ്കിലും പഠിക്കാൻ ശ്രമിക്കും. ഇതെല്ലാം ഇൻട്രസ്റ്റിന്റെ പുറത്തിരിക്കുകയാണ്. ആർക്കിടെക്ചറിനകത്ത് കോമൺ സെൻസ് ആണ് കൂടുതലുള്ളത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഉള്ളത് പലതും സെൻസ് ആണ്. നമ്മൾ എങ്ങനെ സെൻസ് ചെയ്യാൻ പറ്റുമോ? ആർക്കിടെക്ചർ BArch ചെയ്യാൻ പറ്റുമോ? BArch ചെയ്യാൻ പറ്റുമോ എന്ന് കേട്ടില്ല. പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുമോ? പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്കൊന്ന് തമിഴ്നാട്ടിലൊന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. അവിടെയൊക്കെ പാർട്ട് ടൈമും ഡിസ്റ്റന്റും ആയിട്ടൊക്കെ ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ അത് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. താങ്ക് യു സർ. Thank you, Anila. Again, thank you very much, Anila. Let's wrap up today's session by vote of thanks. Good evening, friends. Honorable dignitaries and most valued guests, it's my privilege to propose the vote of thanks on behalf of this esteemed institution. We want to express our gratitude to Honorable Chief Guest Engineer K. Rajan Sir, Secretary of Institution of Engineer Kollam, who has spared his precious time for us and graced this occasion with his presence. I extend my sincere thanks to Architect Harish K.R. Sir for delivering a talk which was constantly motivating and inspiring us. I would like to thank our beloved principal, High Benchmark. So you have set for ourselves and never say die attitude help us to excel in all endeavor. A warm thanks that goes to our HOD, Professor Abhibashi Sir, for your vision and commitment to work and its execution. Behind every successful program lie the main four atoms of our committed faculty. I would like to take a moment to acknowledge the immense contribution of our dedicated faculty.
Finally, in the end, I would extend my wholehearted gratitude to our illustrious participants who always live up to our expectations and who are our pillars of strength. Thank you all for making this program a huge success. Once again, thank you to all. Thank you, Ajmi. Now the webinar is dispersed. You can leave the platform. Okay, thank you all. Okay, Harish, thank you.